ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യായുസിലെ ഒരു മനുഷ്യന്റെ ഏറ്റവും ദുരിതപൂർണമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ശരിയാണെന്ന് നമുക്ക് ഒരാളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. എല്ലാവരും അയാൾ ആ തെറ്റ് ചെയ്തു എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സൊസൈറ്റിക്ക് മുന്നിൽ ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും? അപ്പോൾ ഒരാൾ തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദുർഘടം പിടിച്ചൊരവസ്ഥയാണ്. ഈ കാര്യങ്ങൾ പറയാൻ കാരണം അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയാണ് ദിലീപ്. ഒരു സാധാരണക്കാരനായി വളർന്നു വന്നു, സിനിമയിൽ അസിസ്റ്റന്റായി എത്തിപ്പെട്ടു. അങ്ങനെ സിനിമയിൽ കുറെ കഴിഞ്ഞപ്പോൾ നായകനായി. ഒരു നായകനോ വേണ്ട ഒരു രീതിയിലുള്ള ഒരു ശാരീരിക ഭംഗിയോ അല്ലെങ്കിൽ ഒരു ഹൈറ്റോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തി സിനിമയിൽ നായകനായി വലിയ വലിയ ഹിറ്റുകൾ കൊടുത്ത് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം വളർന്നു. സിനിമ നിർമ്മാണം, വിതരണം, തിയേറ്റർ എന്ന് വേണ്ട പല രീതിയിലുള്ള ബിസിനസ്സുകൾ സിനിമയ്ക്കുള്ളിൽ അദ്ദേഹം ചെയ്ത് ഒരു അതികായനായിട്ട് അദ്ദേഹം നിന്നു. സ്വാഭാവികമായിട്ട് ഒരാളുടെ മാത്രം വളർച്ച, അതായത് ഒന്നുമില്ലായ്മയെന്ന് വളർന്നു വന്ന് സിനിമ തന്റെ കൈക്കുള്ളിൽ വെക്കുമ്പോൾ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു കണ്ണിക്കടി ഉണ്ടാവും. അപ്പൊ എങ്ങനെയും ഇദ്ദേഹത്തിനൊന്ന് ഒതുക്കണം, അതിനെന്തൊരു കാരണം കിട്ടിയാൽ അത് നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്ത് ഇദ്ദേഹത്തിനൊന്ന് ഒതുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് മുന്നിലേക്കാണ് നടി ആക്രമിക്കപ്പെട്ട ഒരു കേസുമായി ആൾക്കാരെത്തിയത്. നമ്മളൊക്കെ ന്യൂസ് കേട്ടപ്പോൾ ഒക്കെ നടി ആക്രമിക്കപ്പെട്ടു, ഇങ്ങനെ വണ്ടിയിൽ വെച്ച് അവരെ ബലാത്സംഗം ചെയ്തു എന്ന രീതിയിലൊക്കെ വാർത്ത കേട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് സിനിമാക്കാരെല്ലാവരും അതിനെതിരെ പ്രതികരിക്കുകയും അവർക്ക് വേണ്ടി, ആക്രമിക്കപ്പെട്ട നടിക്ക് വേണ്ടി അവർ എറണാകുളത്ത് ഒരു അനുശോചന സമ്മേളനം നടത്തുകയും ചെയ്തു. അതിൽ നമ്മുടെ സിനിമയിലുള്ള എല്ലാ താരങ്ങളും വന്ന് അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും സിനിമ മേലുള്ള സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്ത് അങ്ങനെ അവർക്ക് നേരിട്ട ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്തിട്ട് പോയി. പക്ഷെ അതിനിടയിൽ മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആക്ട്രസ് അവരും അനുശോചനം അറിയിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. ആദ്യം കുറെ അനുശോചനമൊക്കെ അറിയിച്ചതിന് ശേഷം അവർ ചെറിയ ബോംബിട്ടു. ഇതിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട്, ഇത് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചു. അത് പിന്നെ അങ്ങ് ആളിക്കത്താൻ തുടങ്ങി. മഞ്ജു വാര്യർ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നേരെ ദിലീപിലേക്ക് ഒരു ചൂണ്ടുപലയായിപ്പോയി. അങ്ങനെ ദിലീപിനെതിരെ നിൽക്കുന്ന ആൾക്കാർ, ദിലീപിനെ വീഴ്ത്താൻ നിൽക്കുന്ന ആൾക്കാരെല്ലാം ചേർന്ന് ഇത് നന്നായിട്ട് ആഘോഷമാക്കി. അങ്ങനെ മഞ്ജു വാര്യരുടെ നേതൃത്വത്തില് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി, സിനിമയ്ക്കുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി WCC എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിക്കുന്നു. അങ്ങനെ മഞ്ജു വാര്യർ തലപ്പത്തിരിക്കുന്നു. ഇത് ദിലീപിനെതിരായ വിഷയത്തിന് വേണ്ടി അവർ ഘോരം പ്രസംഗിക്കുന്നു. അങ്ങനെ ദിലീപ് കുറ്റവാളി എന്ന രീതിയിൽ പൊതുസമൂഹത്തിൽ വരുന്നു. അങ്ങനെ ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു. 90 ദിവസം ദിലീപ് ജയിലിൽ കിടക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ആഗ്രഹം അത്രയും ഉണ്ടായിരുന്നു, ദിലീപിന് ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കുക, ദിലീപിനെ ഇൻഡസ്ട്രിയിലുള്ള സ്വാധീനം കുറയ്ക്കുക, ദിലീപിനെ ഒന്ന് പെടുത്തുക. അത് അവർ നല്ല രീതിയിൽ ചെയ്തു. ഈ WCC എന്ന് പറയുന്ന സംഘടന ഈ മട്ടാഞ്ചേരി ഗ്രൂപ്പിന്റെ അല്ലെ മട്ടാഞ്ചേരിയിലുള്ള സിനിമാക്കാരുടെ സിൽബന്ദികൾ ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ്. പിന്നെ ദിലീപ് ജയിലിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബുദ്ധിമതിയായിട്ടുള്ള മഞ്ജു വാര്യർ പതുക്കെ ആ സംഘടനയിൽ നിന്ന് പതുക്കെ ഇറങ്ങിപ്പോന്നു. അതൊന്നും ആരും ചർച്ച ചെയ്തില്ല. മഞ്ജു വാര്യർ WCC ഉണ്ടായിരുന്നല്ലോ, അവരാണല്ലോ ഈ സംഘടന തുടങ്ങാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. പക്ഷെ അവര് വിട്ടുപോന്നപ്പോ അവരാരും ചർച്ച ചെയ്യുന്നില്ല, അവരെ കുറിച്ച് ആരും പറയുന്നില്ല. അപ്പൊ ഭയങ്കര സേഫ് സോണുള്ള കളിയാണ് മഞ്ജു വാര്യർ കളിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ആ സംഘടനയുള്ള ആൾക്കാർ അവർ ഫേസ്ബുക്കിലുള്ള അവരെ പോസ്റ്റ് ഒക്കെ ഇട്ട് കുറച്ചാളൊക്കെ ആക്റ്റീവായിട്ട് നടന്നു. പിന്നീട് എന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ കുറെ സംഭവങ്ങൾ, അതിനിടയിൽ സ്ത്രീകൾക്ക് നേരിടുന്ന കുറെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തപ്പോൾ അതിലൊന്നും പ്രതികരിക്കാൻ ഈ സംഘടന തയ്യാറായില്ല. ഇവരുടെ ലക്ഷ്യം, ഈ സംഘടനയുടെ ബയോയിൽ എഴുതി വെച്ചിരിക്കുന്നത് ദിലീപിനെതിരെ മാത്രം പ്രതികരിക്കുക, ദിലീപിനെ താറടിച്ച് കാണിക്കുക, ദിലീപിന്റെ സിനിമ വരുമ്പോൾ കൂവി തോൽപ്പിക്കുക. ഈ സൈസ് പരിപാടി മാത്രമാണ് ആ സംഘടനയുടെ ബൈലയിൽ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ദിലീപിനെതിരെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ മാത്രമാണ് ഇത് ശക്തമാകത്തുള്ളൂ. ദിലീപിന്റെ ഒരു സിനിമ റിലീസ് ആകുമ്പോഴാണ് ഈ സംഘടന ശക്തമാകത്തുള്ളൂ. അതുവരെ ഇങ്ങനെ പൂച്ചേനെ പോലെ പതുങ്ങിയിരിക്കും. പിന്നെ ഇപ്പൊ സംഘടന ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ ആ സംഘടന ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ അവരായിരിക്കും. നീതി വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ദിലീപിനെ എങ്ങനെ കൊടുക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. കാരണം ദിലീപ് സിനിമയിൽ നിന്ന് ഈ കേസൊക്കെ ആയി ദിലീപിനെ അറസ്റ്റ് ചെയ്ത് സിനിമയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം കുറഞ്ഞു വന്നപ്പോഴാണ് ഇന്ന് നമ്മൾ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് സിനിമയിലേക്ക് ബൂസ്റ്റപ്പ് ആവുകയും അവരുടെ സിനിമകൾ വരുന്നു, അവരുടെ പ്രൊഡക്ഷൻ ഹൗസ് വരുന്നു. അങ്ങനെ ആ ഒരു സിനിമയെ ഏകദേശം എറണാകുളത്തുള്ള അല്ലെ കൊച്ചി ഗ്യാങ് കൈക്കലാക്കി വെച്ചിട്ടുണ്ട്. സൗബിനൊക്കെ അതിന്റെ തലതൊട്ടപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. ദിലീപിന്റെ ഒരു വീഴ്ചയാണ് ഈ വളർച്ചയ്ക്കാണ്. അപ്പോ ദിലീപിനെ എന്തിനു പെടുത്തി എന്നുള്ളത് നമുക്കിന് ഉത്തരം വ്യക്തമാണ്. ഒരു വ്യക്തിയുടെ മേൽ കുറ്റം ആരോപിക്കപ്പെടുന്നു. ആ കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ പുള്ളി അത് കോടതിയെ സമീപിച്ച് കോടതി പുള്ളി കുറ്റക്കാരനാണ് അല്ലേ എന്ന് വിധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അഭിപ്രായം ഉള്ള യോഗ്യതയുള്ളൂ. പക്ഷെ നമ്മൾ മലയാളികളുടെ പ്രത്യേകതയാണെങ്കിൽ അതുവരെ പുള്ളിനെ സ്നേഹിച്ചു തന്ന, കണ്ടിന്യൂസ് ഹിറ്റുകൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് പുള്ളിനെ കുറിച്ചൊരു പരാതി വരുമ്പോൾ
ആ മലയാളികൾ തന്നെയാണോ അത് ഫേക്കിൽ വന്ന് പറയണയാണെന്ന് അറിയത്തില്ല. പുള്ളിയുടെ ഒരു പിക്ചർ കണ്ട, പുള്ളിയുടെ സിനിമ ഇറങ്ങിയ കമന്റ് ബോക്സിൽ വന്ന് പുള്ളിനെ അധിക്ഷേപിക്കുക, വീട്ടിലുള്ളവരെ വിളിക്കുക, കാരണം മൊത്തത്തിൽ പുള്ളിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. പുള്ളി കുറ്റക്കാരനാണ്, ഇതുവരെയായിട്ടും കോടതി ശിക്ഷിച്ചിട്ടില്ല. കേസ് നടന്നിട്ട് ഇപ്പൊ 3-5 വർഷമായി, ഇതുവരെയായിട്ട് ആ കേസിനൊരു തീർപ്പുമായിട്ടില്ല. പക്ഷെ നമ്മളങ്ങ് വിധി എഴുതി, നമ്മൾ ജനങ്ങൾ ജഡ്ജികളായിട്ട് ദിലീപ് കുറ്റക്കാരെ വിധി എഴുതിയിട്ട് പുള്ളിന് ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചു. പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പുള്ളി എന്ത് ചെയ്താലും അതിന് നെഗറ്റീവ് പറയുന്ന ആൾക്കാരായി മാറി നമ്മുടെ പൊതുസമൂഹം. അത് എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. അതിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു ക്യാമ്പയിൻ വന്നിട്ട് നടക്കുന്നുണ്ട്. ദിലീപിനെതിരെ ഒരു ക്യാമ്പയിൻ ശരിക്കും പറഞ്ഞാൽ സിനിമാ ലോകത്ത് നടക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് ഈ പറയുന്ന മട്ടാഞ്ചേരി ഗ്യാങ്സ്, ഇപ്പൊ വളർന്നു വന്ന ആ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരൊക്കെ തന്നെയാണ്. അതിനുശേഷം വളർന്നു വന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം, സിനിമയിൽ ശക്തമായ ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അപ്പൊ നമുക്ക് പറയാനുള്ള ദിലീപ് കുറ്റക്കാരാണ്, കോടതി വിധിക്കപ്പെടട്ടെ. അതിനുശേഷം നമുക്ക് പുള്ളി കുറ്റക്കാരാണെങ്കിൽ പുള്ളിക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതിന് മുമ്പേ നമ്മളെല്ലാം ജഡ്ജിമാരായിട്ട് ആ മനുഷ്യനെ ചുമ്മാ താറടിച്ചു കളയേണ്ട ആവശ്യമില്ലെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. നാളെ ഇദ്ദേഹം കുറ്റക്കാരനല്ലാന്ന് കോടതി വിധിക്കപ്പെട്ട, ഇന്ന് പള്ളു പറഞ്ഞവരും തന്തയ്ക്ക് വിളിച്ചവരൊക്കെ നാളെ മാറ്റി പറയാൻ പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്തിനാണ് ആവശ്യമില്ലാതെ നമ്മളൊരു വ്യക്തിയെ അത് ശരിയോ തെറ്റോ എന്ന് പോലും മനസ്സിലാക്കാണ്ട് ക്രൂശിക്കുന്നത് എനിക്ക് മനസ്സിലാവുള്ള. ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് അടി വന്നിട്ട് എന്റെ തന്തയ്ക്ക് തലയ്ക്ക് വിളിക്കുന്നത് എനിക്കറിയാം, എനിക്കത് വിഷയമില്ല. പക്ഷെ എനിക്ക് പറയാൻ തോന്നി, അപ്പൊ ദിലീപ് കുറ്റക്കാരനാണെന്ന് കോടതി തീരുമാനിക്കട്ടെ. ഇതിന്റെ ഒരിക്കൽ കോമഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ 24 ഉണ്ടായിരുന്ന അരുൺകുമാർ ഇപ്പൊ റിപ്പോർട്ട് ചാനൽ വന്നിട്ടുണ്ടല്ലോ. റിപ്പോർട്ട് ചാനലിൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ പോലെ കാലിന്റെ ഇടയ്ക്ക് ക്യാമറയും വെച്ചിട്ടൊരു പൾസസിനെ അടുത്ത് ഒരു ഓപ്പറേഷൻ നടത്തി, ഒരു ഇന്റർവ്യൂ. പാവം പൾസസിനെ അറിഞ്ഞിട്ടേ ഇല്ല ക്യാമറയായിട്ട് വന്ന കാര്യം. അത്രയ്ക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടായിരുന്നു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെ ക്യാമറയൊക്കെ വെച്ചിട്ട് ഭയങ്കര ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിന് ഉത്തരങ്ങൾ പറയുന്നു. എക്സ്ക്ലൂസീവ്, റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാണ് വീഡിയോ ഒക്കെ ഇറക്കി വിട്ടത്. വീഡിയോ സംഭവം ചീറ്റിപ്പോയി, ജനങ്ങൾ ഏറ്റെടുത്തില്ല, അതൊരു ഫേക്ക് പരിപാടിയായിരുന്ന ആൾക്കാർക്ക് മനസ്സിലായി. പക്ഷെ അതിന്റെ അകത്ത് പൾസസിന് പറയുന്ന കുറെ കോമഡികളൊക്കെ ഉണ്ട്. ഞങ്ങളൊരു 1 കോടി രൂപയ്ക്ക് എടുത്ത കൊട്ടേഷനാണ്, ഏത് 1 CR എടുത്ത കൊട്ടേഷനാണ്. അഡ്വാൻസ് ആയിട്ട് ഞങ്ങള് 10,000 രൂപ വാങ്ങി. അങ്ങനെ 1 കോടി രൂപയുടെ കൊട്ടേഷന് പുള്ളി അഡ്വാൻസ് ആയിട്ട് 10,000 രൂപ വാങ്ങി. ഈ 10,000 രൂപ വാങ്ങിയ ഇവന്റെ ഗ്യാങ്ങും ഒരു 2 വണ്ടി തൃശ്ശൂരിൽ നിന്ന് കൊച്ചി വരെ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കണം 10,000 രൂപ. പിന്നെ കൂടെയുള്ളവന്മാർക്ക് വല്ലതും തിന്നാൻ മേടിച്ചു കൊടുക്കണമെങ്കിൽ ഇവൻ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം. അങ്ങനത്തെ ഒരു വെറൈറ്റി കൊട്ടേഷനാണ് നമ്മുടെ പൾസസിനെ പിടിച്ചത്. അപ്പൊ ഇങ്ങനത്തെ കോമഡി കാര്യങ്ങളായിട്ട് കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ദിലീപിന്റെ ഒരു പടം വരുമ്പോൾ എങ്ങനെയെങ്കിലും ദിലീപിനെതിരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്ന് അതിനൊരു ന്യൂസ് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കി അതുമായിട്ട് നടന്ന് ചാനൽ റീച്ച് ഔട്ടുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ദിലീപ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ മേൽ വലിയൊരു കുറ്റം ആരോപിച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് മോചിതനായി വരേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്, അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് തീർപ്പുണ്ടാക്കി കുറ്റക്കാരാണ് ശിക്ഷിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെറുതെ വിടുക. ഈ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇങ്ങനെ അദ്ദേഹം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കോടതി വിശ്വാസമുണ്ട്. കോടതിയൊക്കെ അങ്ങ് നിയന്ത്രിക്കാൻ പാകത്തിനൊന്നും ദിലീപ് അത്രത്തോളം വലിയ ആളൊന്നും ആയിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് വേണ്ട നീതി കൊടുക്കുക, അത്രേ പറയാനുള്ളൂ. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ദിലീപ് അത് ചെയ്തിട്ടില്ലെന്ന്. കാരണം അത് വിശ്വസിക്കാനുള്ള കാരണം എനിക്ക് പേഴ്സണൽ ഉള്ളതുകൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചുമ്മാ ദിലീപിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് തോന്നിക്കൊണ്ട് വന്നതാണ്. അപ്പൊ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വന്നവരെ ബൈ.